പഞ്ചാബ് പോലീസിൽ നിന്നാണ് കശ്മീർ സിംഗ് ഇന്ത്യൻ സൈന്യത്തിൽ അംഗമാകുന്നത്. സൈനികനായി തുടരുന്നതിനിടയിലാണ് പാകിസ്ഥാനിൽ പോകാൻ തയ്യാറുണ്ടോ എന്ന് മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായ ഒരാൾ കശ്മീരി സിംഗിനോട് ചോദിക്കുന്നത്. സാഹസികതയെ എന്നും പ്രണയിച്ചിരുന്ന ആ യുവാവിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ കശ്മീർ സിംഗിന്റെ ഇന്ത്യൻ ചാരൻ എന്ന ജീവിതം ആരംഭിക്കുകയായിരുന്നു. ഫോട്ടോഗ്രാഫി പഠിക്കലായിരുന്നു ആദ്യത്തെ ജോലി. 3 മാസത്തെ പരിശീലനം ലഭിച്ചു. മിലിറ്ററി വാഹനങ്ങളെപ്പറ്റിയും സൈനിക വ്യൂഹങ്ങളെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കി. കശ്മീർ സിംഗ് എന്ന ഇന്ത്യൻ പൗരൻ അങ്ങനെ മുഹമ്മദ് ഇബ്രാഹിമായി. ഉറുദു നന്നായി അറിയുന്നത് വേഷപ്പകർച്ചയ്ക്ക് നല്ലൊരു അനുഗ്രഹവുമായി. 1969 ഒരു തണുത്ത പ്രഭാതത്തിൽ ഗുരുദാസ്പൂരിന് സമീപം അതിർത്തി വഴി കശ്മീർ സിംഗ് എന്ന മുഹമ്മദ് ഇബ്രാഹിം പാകിസ്ഥാനിലേക്ക് കടന്നു. ലാഹോറിലെയും മുൾട്ടാനിലെയും ഒക്കെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപമെത്തി ചിത്രങ്ങളെടുത്തു. 10 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. അതിനുശേഷം 50-ലധികം പ്രാവശ്യം കശ്മീർ സിംഗ് പാകിസ്ഥാനിൽ പോയി തിരിച്ചു വന്നു. ഇതിനിടയിൽ ഒരിക്കൽ ചൈന പാകിസ്ഥാന് നൽകിയ T-59 ടാങ്കിന്റെ ചിത്രവും കശ്മീർ സിംഗ് എടുത്തിരുന്നു.